2000 വർഷം മുമ്പ് യേശുക്രിസ്തുവിന് അറിയാമായിരുന്നോ മൊബൈൽ ഫോൺ ഇറങ്ങുമെന്ന്? മൊബൈൽ ഫോൺ ഇറങ്ങുമെന്ന് യേശുക്രിസ്തുവിന് അറിയാമായിരുന്നു? കമ്പ്യൂട്ടർ ഇറങ്ങുമെന്ന്? നോക്കാം. യെഹെസ്കേൽ 9:12, യെശയ്യാ 51:20, സോറി സഭാപ്രസംഗി 9:12, യെശയ്യാ 51:20, യെഹെസ്കേൽ 19:8. നോക്കാം. മൊബൈൽ ഇറങ്ങുമോ എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു എന്ന് നോക്കാം. സഭാപ്രസംഗി 9:12. മനുഷ്യൻ തന്റെ കാലമല്ല, അവന്റെ കാലം അവൻ അറിയുന്നില്ല, അവന്റെ കോലം അവൻ അറിയുന്നില്ല. മനുഷ്യൻ അത് കറക്റ്റാ വായിച്ചു. മനുഷ്യൻ തന്റെ കാലം അറിയുന്നില്ലല്ലോ. ഒരു കാലത്തെ കുറിച്ച് അവൻ അറിയില്ലല്ലോ. വല്ലാത്ത വലയിൽ നിൽക്കും. എന്ത് വലയാ? വല്ലാത്ത വല. ഇംഗ്ലീഷിൽ ഈവിൾ നെറ്റ്സ്. അതിന്റെ പേരാണ് ഐഡിയ, വോഡഫോൺ, എയർടെൽ, ജിയോ, ടാറ്റ. അതാണ് വല്ലാത്ത വല. മനുഷ്യൻ വല്ലാത്ത വലയിൽ അകപ്പെടും എന്ന് പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഒരു വാക്യം കൊണ്ടൊന്നും തീരുകയില്ല. എടുക്കാം. യെശയ്യാ 51:20. വലയിൽ വീണ പിള്ളേരെ ഞാൻ കാണിച്ചു തരാം. നിന്റെ മക്കൾ എന്റെ പിള്ളേരോ? വായിക്കാൻ പറഞ്ഞേ എനിക്ക്. നിന്റെ മക്കൾ ലോകത്തോട് പറയാ, തലമുറകൾ, ലോകത്തിലെ മക്കൾ ബോധം കെട്ട് വലയിൽ അകപ്പെട്ട. ബോധം കെട്ട് രാത്രി മുഴുവൻ വെബ്സൈറ്റ് വഴി കയറി ഇറങ്ങി ഉപ്പന്റെ കണ്ണുപോലെ കണ്ണും വെച്ച് കണ്ണിനകത്തൊരുമാതിരി ചുമന്ന പെയിന്റ് അടിച്ച പോലെ അമ്മ ചോദിക്കാം, എന്നാ പറ്റിയിടി നിനക്ക്? മകളുടെ മറുപടി, രാത്രി മുഴുവൻ പ്രാർത്ഥിക്കായിരുന്നു അമ്മേ. ബാംഗ്ലൂരിൽ നിന്ന് അവധിക്ക് വന്ന നഴ്സിംഗ് പഠിക്കാൻ പോയ കൊച്ചിന്റെ പുതപ്പിനകത്ത് വെട്ടം കണ്ടുകൊണ്ട് അമ്മ കരഞ്ഞുകൊണ്ട് അപ്പനോട് പറഞ്ഞു, അവളിപ്പോ പോകുന്ന സഭ നല്ല സഭ അച്ഛാ. എന്താ? അവള് മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങുമ്പോ ഞാൻ പോയി നോക്കിയപ്പോ അവിടെ പുതപ്പിനകത്ത് എന്ത് വന്ന ഷെക്കേന. അവള് ബാംഗ്ലൂരിന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. നിങ്ങളുടെ മക്കൾ വലയിലകപ്പെട്ട് ബോധം കെട്ട് എവിടാ കിടക്കുന്നേ? വായിച്ചോ. എവിടാ കിടക്കുന്നേ? വീതികളുടെ തലയ്ക്കല്, സോഫായല്, ബെഞ്ചിനടിയില് എവിടെ ഉറങ്ങിയെന്ന് അവർക്കറിയില്ല. മൊബൈലിനകത്ത് നോക്കിക്കൊണ്ട് പോയി ഓടയ്ക്കകത്ത് വീണ് ചത്ത വരും, വണ്ടി ഇടിച്ച വരും, കണ്ട വീട്ടിൽ ചെന്ന് കയറിയവരും. അറിയത്തില്ല, പോയി അങ്ങനെ നടന്നു പോയി കയറിയത. ഒരെണ്ണം കൂടെ വായിച്ചിട്ട് വിടാം. യെഹെസ്കേൽ 19:8. യെഹെസ്കേൽ 19:8. മീൻ പിടിക്കുന്നവർ വിലപിക്കും. 19:8. അങ്ങനെ വിലപിക്കണ്ടല്ലോ. അപ്പോൾ ജാതികൾ ചുറ്റുമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ വന്ന് അവന്റെ നേരെ വന്ന് അവന്റെ മേൽ വല വീശി. ബംഗാളികളാ. കോട്ടയത്ത് കഴിഞ്ഞ ആഴ്ച വീശി 2 പേരെ വീശുന്നു. ചുറ്റുമുള്ള ഇവിടെ ഉള്ളവർ വീശിയത് പോരാ. അവന്മാരും മലയാളത്തിൽ ഇപ്പൊ പഠിച്ചു വെച്ചിരിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ചേച്ചി അണ്ട കൂടെ പറന്നു. എന്തിനാ ഒത്തിരി മലയാളം? അത് തന്നെ ധാരാളം മതിയല്ലോ. ചേച്ചിയുടെ നമ്പർ എനിക്കൊന്ന് തരാമോ? ഇത്ര മാത്രമേ ഇവർ പഠിക്കുന്നുള്ളൂ. ഒത്തിരി മലയാളം വേണ്ട. അവർ പറഞ്ഞ് ഇത് തന്നെ ധാരാളമാണ് പഠിച്ചത്. ഒരുപാട് മലയാളികൾ ഇപ്പൊ ബംഗാളിലുണ്ട്. പഠിച്ചണം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം പറ. എൻ്റെ തമ്പുരാൻ അതറിയാമായിരുന്നു. മൊബൈൽ ഇറങ്ങുമെന്ന് അറിയാമായിരുന്നു.